guys, welcome back to B-Talks. Guys, ഇന്നത്തെ വീഡിയോയിൽ 1 rupee, 10 rupee, 100 rupee challenge. Yes guys, അപ്പോൾ back to food challenge ആണ്. 1 rupee versus 10 rupee versus 100 rupees ആണ് guys. Okay. So ആ ഒരു challenge ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ KMC കൊമ്പൻ ആൻഡ് എഡ്വിൻ BCB ആൻഡ് ചാർലി BCB മൂന്ന് പേരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് I have some papers. ഇതിലായിരിക്കും 1 rupee, 10 rupee, 100 rupees ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിനക്ക് 100 ആണ് കിട്ടണമെങ്കിൽ 100 rupees വിലയുള്ള ഫുഡ് ആണ് നിനക്ക് കിട്ടുക. ഇനി നിനക്ക് 1 rupee ആണ് കിട്ടണമെങ്കിൽ 1 രൂപ വിലയുള്ള ഫുഡ് കിട്ടും. 100 rupee കിട്ടുവാണെങ്കിൽ 100 എനിക്ക് കിട്ടും. ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ ചാലഞ്ച് എങ്ങനെയാണ് മനസ്സിലായാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ വീഡിയോയിലേക്ക് ഇടയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ നമ്മൾ വെക്കുന്ന 1 റുപ്പീന്റെ ഫുഡ് എന്ന് പറയുന്നത് മെൻഡോസ് മുട്ടായാണ്. അതുപോലെ തന്നെ 10 rupees നോക്കുകയാണെങ്കിൽ ജിം ജാമിന്റെ ബിസ്ക്കറ്റ് ആണല്ലേ. ഓക്കെ. പിന്നെ ഗൈസ് നമ്മൾ 100 rupeesന്റെ ഒരു ഷേക്ക് ആണ് ഗൈസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ 3 ഫുഡ് ആയിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൈയൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത് ഓവർ തൊടാൻ നിൽക്കരുത്, അവസാനം അത് കിട്ടാണ്ടാവും കേട്ടോ. ഇലുമിനാറ്റി ഒക്കെ വർക്ക്ഔട്ട് ആവണോ? ഞാൻ പേപ്പർ ഇടാൻ വേണ്ടി പോണേ. ഓക്കെ, ആദ്യം തുറക്കുന്നത് ഞാൻ. എന്നാ തുറ 10 rupees. അത് നിനക്കാ. നിന്റെ ഓവർ തൊടല് കണ്ടപ്പോഴേ കിട്ടില്ല. അയ്യോ അല്ലടാ അടി. അല്ലേ ഇവന്റെ കൂടുതൽ തൊടല് കണ്ടപ്പോഴേ വിചാരിച്ചു ഞാൻ അത് കിട്ടൂല. ഇത് കിട്ടുന്ന സാധനല്ലേ? നോക്കിക്കൊണ്ടിരുന്നോ? അയ്യോ കൂളാവട്ടെ ബ്രോ, ഒന്ന് കൂളാവും. കുറച്ച് കവർ തന്നെ കേട്ടോ, കവറ് പെടൂല. ഫുള്ള് കഴിക്കില്ല, പകുതി അടിച്ചിട്ട് മുട്ടായി തൊളിക്കാൻ അറിഞ്ഞൂടാ നിനക്ക്. പകുതി കഴിച്ച് പോക്കറ്റ് ഇട്ടിട്ട് പിന്നെ അടുത്ത കഴിക്കാനുള്ളല്ലേ. എന്താ ഭയങ്കര ഷേക്ക് കൊള്ളാരെയാ പൊളിച്ച് ഫുള്ള് കുടിച്ചോളാം കേട്ടോ. തുള്ളി പോലും ബാക്കി വെക്കരുത്. അത് ഒട്ടിച്ച് വെച്ചാ കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആനപ്പെണ്ണം കൊടുത്തു. കൊള്ളാം, നല്ല സാധനം. ബ്രോ ഇതേ ഒരുവന് മുട്ടായി വന്നിട്ട് ഇനി എത്ര സമയം വേണമെന്ന് തൊലിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് മുട്ടായി തൊലിക്കുന്നത്. മുട്ടായിനെ കാട്ടി പോകാനാണ്. എന്ത് ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി ആണോ? ഒരിക്കലും നടക്കൂല. ഷെയറിങ് ഫോളോ ആണ്. അത് നിങ്ങളെന്നാ മതി. ഞാൻ അങ്ങനെ പറഞ്ഞാലും പറയത്തില്ല. എങ്ങനെ പട്ടി ഇരുന്നു ഞാൻ തരത്തില്ല. ഞാൻ രണ്ടൊന്നിനാ കുഴപ്പമില്ല. പോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ ഗായ്സ് കളി എങ്ങനെയെന്ന് മനസ്സിലായല്ലോ, ചാലഞ്ച് എങ്ങനെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതുപോലത്തെ 4 റൗണ്ട് കൂടി ഇനി ബാക്കി കിടക്കുന്നുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ റെഡി അല്ലേ? നീ പിന്നെ ക്ഷീണമൊന്നും ആയിട്ടില്ലല്ലോ, ഒരു മുട്ടായില്ല എന്നോളൂ. ഓക്കെ ആണോ? സാധനം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഗായ്സ് ഓക്കെ നമ്മുടെ ഈ ഒരു ചാലഞ്ചില് 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ് ഗായ്സ്. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ഫുഡ് ഐറ്റം വീണ്ടും 1 രൂപയിൽ മുട്ടായി വ്യത്യാസം. നേരത്തെ മെൻഡോസ് ആയിരുന്നു, ഇപ്രാവശ്യം കാൻഡിമാൻ ചോക്കോ ഗായ്സ്. ഓക്കെ, വ്യത്യാസം ഉണ്ട്. എനിക്കിത് ഇഷ്ടമല്ല. 10 rupeesൽ ക്രീം ബൺറോൾ. പിന്നെ ഗായ്സ് ഇത് മതി എനിക്ക്. 100 rupeesൽ ഇതെന്താ? എനിക്കിത് മതി. ഇതെന്താ? ഡ്രാഗൺ ഫ്രൂട്ട് ഗായ്സ്. ഓക്കെ, 100 rupees ഡ്രാഗൺ വിളിക്കുന്നത്. അതിന് ഞാൻ ഡ്രാഗൺ ആണ് ഇടുന്നത്. മുട്ടയ്ക്ക് പകരം ഡ്രാഗൺ ഫ്രൂട്ട് ഇടും. അല്ല പിന്നെ നിനക്കത് വേണമെന്നോ? മതിയില്ലേ? വെക്ക്. നിനക്കുള്ള പേടിക്കണ്ട. ഷഫ്ല ചെയ്ത് നമുക്ക് ഒരു സ്പേസ് തന്നാ, ഒരു സ്പേസ് തന്നാ. ഇത് നീക്കി വെക്കട്ടെ, ഇതൊക്കെ തട്ടി തെറിപ്പിക്കും. ഇല്ല അതെനിക്കാ. തുറന്നു നോക്കരുത്, ആരും തുറന്നു നോക്കരുത്. ഫസ്റ്റ് നമ്മുടെ KMC കൊമ്പൻ തുറക്കുന്നതായിരിക്കും. 100 ബ്രോ. എല്ലാം കേട്ടെടുക്ക. ആരും തൊടുത്തില്ല, പഠിക്കട്ടെ, സേഫാ. അതെനിക്ക് ബ്രോ ഒന്ന് മുട്ടായി എടുത്ത് തുറന്നു നോക്കിയോ? ചിലപ്പോ എനിക്കത് ഒന്ന് തുറന്നു നോക്ക്. ഞാൻ തുറന്നു നോക്കണം. ഇതെങ്കിലും നേരത്തെ തിന്നണ കേട്ടോ, നേരത്തെ വലിക്കണം എന്ന് പറയും. എന്തോ റാഷിക് ദീപ് പറഞ്ഞ എന്തോ കിട്ടുമെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുമ്പോ പറയുന്ന സാധനം ഇതെങ്ങനെയാണോ കാണിച്ചെടുക്ക്. പട്ടിയുടെ മുഴുവൻ കിട്ടിയവരെ
എടാ കത്തിയില്ലടാ അതൊന്ന് പാലിലൊക്കെ തൊലിക്കാൻ പറ്റത്തില്ല. ഞാൻ പഠിപ്പിച്ചു വേണ്ട വേണ്ട പഠിപ്പിച്ച തൊലി പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ തൊലിക്ക് തിന്നു അത് ഇത് കടിച്ച് തിന്നു അത്രേ ഉള്ളൂ. ബ്രോ ക്യാൻഡിമാൻ എങ്ങനെയാ പണ്ടത്തെ രസം ഫൗള് വിളിക്കും വായി കിടക്കുന്ന മിഠായി വരെ ഞാൻ ബ്രോ ഇത് ഗൈസ് എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാൻസ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗൈസ്. ഓക്കെ ഈ പ്രത്യേകിച്ച് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് കിട്ടാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് അധികം കഴിക്കാൻ പാടില്ല. അതെ അത് പറഞ്ഞപ്പോ വലിയ കടി അടിച്ച്. ബ്രോ ഒന്നുകൂടി കടിച്ചു എനിക്കൊന്ന് കാണണം. മക്കളെ കടി കഴിക്കണം ഒന്ന് കാണിച്ചു. കടിയൻ തന്നെ ഓ ലിപ്പ് പോണുണ്ടോ? ഈ കടിയുണ്ട് ഈ ലിപ്പുണ്ട്. ഓക്കെ നിനക്കത് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഇഷ്ടല്ല. എന്നിട്ട് വൈകിട്ട് നോക്കട്ടെ. തരത്തില്ല. ബ്രോ ഈ ട്രിക്ക് എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഈ കറക്റ്റ് ₹1 കിട്ടുന്ന ട്രിക്ക് എങ്ങനെ? ഞാൻ ഡയറ്റില്ല. അതുകൊണ്ട് മുട്ടായി തന്നല്ലേ? ഓക്കെ നീ അങ്ങനെ ചെയ്തില്ല ക്യാമറമാൻ അങ്ങ് ചെയ്യും. അറിയാതെ ഒരു കടി വേണേ കഴിച്ചോ. ഒരു 4 കടി കൂടി കടിച്ചാൽ അത്രയും നല്ല പ്രോട്ടീൻ സാധനം കിട്ടി. ജിമ്മിൽ പോണ പ്രോട്ടീൻ സാധനം കഴിച്ചോ. ഒരു കടി താ ബ്രോ. ഒരു കടി കൊടുത്തുന്ന കടിച്ചോ. ഒരു കടി താ ബ്രോ. ഒന്നല്ല ഓ കടിക്കണോ നിനക്ക്. ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും നമ്മുടെ ചരിത്രം ആവർത്തിക്കുകയാണ്. കാരണം ഫസ്റ്റത്തെ റൗണ്ട് പോലെ തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. ₹1, ₹10. ഇനി റാഷൻ ടി വി കൊടുത്താൽ മതി. എന്നിട്ട് എന്റെ തലയിൽ ഇരിക്കാനും വേണ്ട, അത് വേണ്ട, നിങ്ങൾ എന്നെ എടുത്താൽ മതി. അയ്യടാ. ഓക്കെ ഗായ്സ് ഞാനിവിടെ ഷഫിൾ ചെയ്തിടും, നിങ്ങളെ തന്നെ എടുക്കാം. അതെ ₹1 എടുത്തേനാ ഹാർട്ടിന് വേണം കഴിക്ക് ചുമ്മാ കഴിക്കണം. അതൊന്നും നടക്കൂല. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. അപ്പൊ എന്തൊക്കെ ഫുഡ് ആയിട്ടാന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഗൈസ് ₹1 നമ്മൾ നാരങ്ങയാണ് ഗൈസ് വെച്ചിട്ടുള്ളത്. എന്താണ് എല്ലാവരും ഒരു മുഖത്തിൽ വാട്ടം ഗൈസ്. ഇത് നമ്മൾ ₹1 വാങ്ങിയ നാരങ്ങയാണ്, നിങ്ങൾ തെറ്റിയിരിക്കേണ്ട. ₹1 വാങ്ങിയ ₹4 പുള്ളി എന്തോ ചെയ്തു. ഗൈസ് ഓക്കെ ₹10 നമ്മൾ ഇതെന്താ കുർക്കുറ അല്ല, ഇത് ബിങ്കോന്റെ ഒരു കുർക്കുറു സാധനം ഗൈസ്. ഇത് ബിങ്കോയും കുർക്കുറും മിക്സ് പോകുന്നത്. ആൻഡ് ഗൈസ് ₹100 കേമൻ. ഗൈസ് ഓക്കെ അപ്പൊ ഈ ഒരു 3 ഫുഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു റൗണ്ടിലുള്ളത്. നിനക്ക് ഏതാ ഇഷ്ടമില്ലാത്ത ഇതില്? എനിക്ക് ഇത് രണ്ടും ഇഷ്ടമല്ല. ഇതാണ് ഇഷ്ടം. ഓക്കെ ഫുൾ ഷഫിൾ ചെയ്തേ. കൈ മാറ്റി കൈ മാറ്റിക്കാം. ആരും തുറക്കരുത്. ഫസ്റ്റ് നമ്മുടെ എഡ്വിൻ ബിസി ഞാൻ ആദ്യം തുറന്നിട്ടില്ല. നീ തുറന്നിട്ട് പോയാ മതിയാ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. നിനക്കതെല്ലാം ഇഷ്ടം കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി കൊമ്പം തുറക്കട്ടെ. 100 കിട്ടില്ലെന്ന് അറിയേണ്ടത്. എന്തോ ഇടിക്കല്ല ഞങ്ങളെ. ബ്രോ ചത്തോ ബ്രോ? എനിക്ക് കൊമ്പനെന്തോ പറ്റിയുണ്ട് ഈ ഒരു ചാലഞ്ചിൽ ഗൈസ്. ട്രിപ്പിൾ ഹാർട്രിക് ആണ് ഗൈസ്. വല്ലാത്ത തല. നാരങ്ങ തലവേന മാറും. ഞാനൊന്ന് കിടക്കട്ടെ. കിടന്നിട്ടോ ഈ നാരങ്ങ ഇല്ലാണ്ടല്ലോ കിടിലാണല്ലേ? അത് നടക്കില്ല. വേണ്ട ഞാൻ തിന്നോളൂ. എനിക്ക് KFC കോമ്പ് തിന്ന് വളരണം ഇഷ്ടം. മുഖത്തൊരു വിഷമം, വിഷമം ആഘോഷിക്ക്. എനിക്ക് വിഷമൊന്നുമില്ല. നല്ല ഇഷ്ടപ്പെട്ട സാധനമല്ല എനിക്ക് കിട്ടിയ. കണ്ണീരോടെ ചാർലിനൊക്കെ നോട്ടേക്ക് ഓർമ്മയ്ക്ക് നിനക്ക് വയറിളൊക്കെ പോലെ പിടിക്കും. എന്തൊക്കെ ഉണ്ടായാലും എന്താ കഴിപ്പ് ഇങ്ങനെയല്ലേ ഒരുമാതിരി. അതല്ല ഇത് കണ്ടറിയാം നല്ല സാധനമാണുള്ളത്. ഫീലിങ്സ് കണ്ടില്ല. പേപ്പർ പ്ലാസ്റ്റിക് തിന്നു. പ്ലാസ്റ്റിക് അകത്തിറക്കുന്നു. അതിന് ബാക്കി തിന്നുണ്ടാവും പേപ്പർ. ഞാൻ കൈട്ടെടുക്കും. അതെ നിങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം എഡ്വിൻ ബിസിക്ക് നാരങ്ങ കഴിക്കാൻ കേട്ടോ. എപ്പിടി നടന്നവൻ പെട്ടെന്ന് കഴിക്കും. ഇപ്പിടിയായിട്ട് കഴിച്ചു തന്നു.
മാസ് കാട്ടിയവൻ പൂസ് പോയിട്ട് പക്ഷെ ഷവർമ കിട്ടില്ല. ആ മട്ടിക്കിണാറ് എന്താണ് ചാലഞ്ച് നോക്കിയിരുന്നിട്ട് പോട്ടെ. കയ്യിൽ വിഷമങ്ങളെ കാണും. നമുക്ക് അടുത്ത ചാലഞ്ചിൽ പിടിക്കാം, അടുത്ത റൗണ്ടിൽ പിടിക്കാം. ഒന്ന് ഉണരൂ. ഇവൻ ഡിപ്രഷൻ ആയി കേട്ടോ. ഇനിയിപ്പോ അത് പാടിയിരുന്നു. എപ്പിടി നടന്നവൻ ഇപ്പിടിയായിട്ട് മാസ് കാട്ടിയവൻ സാഡ് സോങ്സ് ഒക്കെ പാടുന്നത്. അതന്നെ. നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡില്ല. ക്യാമറ നോക്കി പറഞ്ഞല്ലേ ഇഷ്ടപ്പെട്ട ഫുഡാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വേണം പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി. അപ്പൊ ദൈവത്തോട് നന്ദി പറയൂ. ചലഞ്ചിൽ എനിക്ക് താടെ നിങ്ങളൊക്കെ സെന്റിമെന്റൽ അപ്രോച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് തന്നത്. അതന്നെ. ദൈവമുണ്ട് അഗർബത്തി ഇഷ്ടപുത്രൻ അതുകൊണ്ട് നീ ചോദിച്ചോ. അതെ അതെ അതെ. ലവ്ലി ബോയ് തിരിച്ചു മറിച്ചൊക്കെ പണിതിരുന്നത്. സാപ്പിട് സാപ്പിട് ബ്രോ. സാപ്പിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ. ഓ അയ്യോ ഇതേതാ പുതിയ മറ്റേ നാരങ്ങ പെറ്റതാ. വീട്ടിൽ പിന്നെ യമ്മി. പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലല്ലോ. കടിച്ചില്ലല്ലോ. അത് വിട്ട് ഉറിഞ്ഞാ. കടിച്ചില്ല കടിച്ചില്ല. അതിനാ മണം വരാൻ തുടങ്ങിയോ. മണം വരുന്നുണ്ടല്ലോ. എങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡ് ഒക്കെ ഉണ്ട്. സൂപ്പർ സൂപ്പർ അല്ലേ. ഇനി അടുത്ത റൗണ്ടിൽ ഇതേപോലെ ഇഷ്ടപ്പെട്ട ഫുഡ് വേണ്ടേ. വേണ്ടേ. അത് ഇഷ്ടപ്പെട്ടൊന്നും പറഞ്ഞില്ല. ദൈവം അത് തന്നെ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് പോകണം. റെഡി അല്ലേ? ഷുവറല്ലേ? ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ നമ്മുടെ ഒരു ചാലഞ്ചിൽ നാലാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ 1 രൂപയ്ക്ക് ഇവിടെ എനിക്ക് ഇഷ്ടം ഇതാ ആണല്ലേ ഗായ്സ്. 1 രൂപയ്ക്ക് നെല്ലിക്ക, 10 രൂപയ്ക്ക് ഇഷ്ടമല്ല. 100 റുപ്പീസിന് ഗായ്സ്. ഓക്കെ നമ്മുടെ ഇതും ബട്ടർ സ്കോച്ചോ ഐസ്ക്രീം. ഓക്കെ ഇഷ്ടമല്ല ദൈവമേ, സത്യമായിട്ട് ദൈവമേ എനിക്കത് ഇഷ്ടമല്ല. നിനക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ഇതാ ഇഷ്ടം ദൈവമേ. ഏത്? ഇത് അത് ഇതാണ് ഇഷ്ടം ദൈവമേ. ദൈവം സെറ്റാകും. അത് കാണില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. തുറക്കരുത്, തുറക്കരുത്, ആരും തുറക്കരുത്. ചാർലി ബിസിബി തുറക്ക്. 10 കൊമ്പൻ ബിസിബി തുറക്കും. അയ്യോ 100 4 പ്രാവശ്യല്ലേ. ദൈവം ദൈവച്ചിരി ബിസിയാ. പിന്നെ നോക്കാം. ദൈവത്തിന് ബിസിയാണ്. അടുത്ത റൗണ്ടിൽ നോക്കാം. അപ്പൊ ഗായ്സ്, ആദ്യമായിട്ടാണ് ഒരു ചാലഞ്ചിൽ ടോപ്പ് പ്രൈസ് 4 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഗായ്സ് നമ്മുടെ ബിറ്റോക്സ്. ഇത് പൊട്ടിച്ചവൻ ഫോള്. അല്ലല്ല, നെല്ലിക്ക അല്ല, വേറെ മറ്റേ മുളകില്ലേ, മറ്റേ ഷവർമന്റെ ബാക്കി മുളക് പൊട്ടിച്ച കുഴപ്പമില്ല, കുടിച്ചാലും കുഴപ്പമില്ല. എന്താ ബ്രോ എന്തിനു ഉമ്മ വെക്കുന്നേ? ഞാനിവിടെ നോക്കുമ്പോ ഉമ്മ ഇത് ഏത് പിസ്സ? ഹാപ്പി ഫിസ്. സോറി ബീഫ് ഫിസ്. ഇത് ബീഫ് പിസ്സ ആണല്ലോ. അത് പറ്റിച്ചോ? തേനീച്ചയുടെ മൂത്രം ബ്രോ. അത് പിസ്സ ആണ്, അല്ലാതെ പെപ്സി അല്ല കേട്ടല്ലോ. ഇത് ഇഷ്ടപ്പെട്ട ഫുഡല്ല ബ്രോ. ഇച്ചിരി മധുരം കൂടുതലാണെന്നുള്ളൂ, ബാക്കിയെല്ലാം ഒരേ ഫീല്. എനിക്ക് ഇതിന്നൊരു മോചനം തരണേ. തരാം. അടുത്ത റൗണ്ട് ഇച്ചിരി സീന. അടുത്ത റൗണ്ടിൽ കൊമ്പന് ടോപ്പ് പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ അതെ ബീടോക്സിന്റെ അഡ്മിനെ കംപ്ലൈന്റ് ചെയ്താണ് കേട്ടല്ലോ. രണ്ടുപേരും കംപ്ലൈന്റ് ചെയ്താണ് ഗായ്സ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം നമ്മുടെ ഒരു ചാലഞ്ചിലെ ലാസ്റ്റത്തെ റൗണ്ടിലേക്ക് പോകാൻ കുറച്ച് ടിസ്റ്റ് ഉണ്ട് ഗായ്സ് ആ റൗണ്ടിൽ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ 5ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ഗായ്സ് 1 റുപ്പീസിന് വേണ്ടി നമ്മൾ ഇവിടെ ഏലാതി മുട്ടായി, നല്ല ആയുർവേദിക് ഉൽപ്പന്നം. ബ്രോ മുന്നിൽ ഇതായിരുന്നു പരിപാടി. ആ ഒരു ടച്ച് ഉണ്ടല്ലേ. ഇടുപ്പിനും തൊടപ്പിനും ഏലാതി. ഓക്കെ ഗായ്സ്, 10 റുപ്പീസിൽ ഒനിയൻ, സവോള, ആൻഡ് 100 റുപ്പീസിൽ ചിക്കൻ 60 ബ്രെയിനാ ചിക്കൻ ഫ്രൈ. ചിക്കൻ 65 ഗായ്സ്. ഓക്കെ 65 അതില് 65 തൊട്ട് കഴുകിയിട്ടാണ് അയ്യോ ചരിത്രം ആവർത്തിക്കുന്നില്ലേ? ചരിത്രം വേണ്ട, എനിക്ക് ചരിത്രം തിരിച്ചു. ഇനി എങ്ങാനും ചരിത്രം ആവശ്യം തുടങ്ങി ഇതങ്ങനെ തൊട്ടാ. ബ്രോക്ക് ഇഷ്ടമുള്ള ഇല്ല ചത്തല്ല. ഒന്നും ഇഷ്ടമല്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉള്ളി കിട്ടും.
കിട്ടും. ദൈവം ചിലപ്പോ ബിസി ആയിരിക്കും. ബ്രോക്ക് ഏതാ ഇഷ്ടം? ഇല്ല അങ്ങനെ ആർക്കും രണ്ടുപേർക്കും ഒന്നും ഇഷ്ടമല്ല. നീ എല്ലാം നീ എടുത്തോളാം. അവർക്ക് ഒന്നും ഇഷ്ടമല്ല. അന്ന് ആദ്യം ഉള്ളു തന്നെ. എനിക്ക് ഇത് രണ്ടും ഇഷ്ടമുള്ളൂ. അതന്നെ. അപ്പൊ അത് രണ്ടും എടുത്തോളൂ. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് എന്തായാലും പേപ്പർ കൈമറ്റ ഓക്കെ പെട്ടെന്ന് എടുത്തോണം. പെട്ടെന്ന് ലാസ്റ്റ് റൗണ്ട് ആണ്. പെട്ടെന്ന് എടുത്തോണം. എടുത്തോ എനിക്ക് തന്നാ മതി. അയ്യോ അങ്ങനെ എടുത്തോ. ഓക്കെ ഇത് ഫസ്റ്റ് നമ്മുടെ എഡ്വിൻ ബിസി മാറാൻ പോണ ദൈവം ബിസിയല്ല. ഓക്കെ സോ അവിടെ ഇനി നമ്മുടെ KMC കൊമ്പ് തുറക്കട്ടെ. പണി തരുമല്ലേ? ഇത് തരാൻ പറ്റത്തില്ല. ചരിത്രം ആവർത്തിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? പറ്റത്തില്ല. 2 വിസിൽ ചരിത്രം ആവർത്തിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ? മൊത്തം കള്ളന്മാരോടാ. മൊത്തം കത്തിച്ചോക്കടാ. ബ്രോ നടുവേനുണ്ടെന്നല്ലോ. ചാലഞ്ചിൽ എല്ലാ റൗണ്ടിലും, അതായത് 5 റൗണ്ടിൽ ടോപ്പ് സാധനങ്ങൾ കഴിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാരങ്ങ പിഴിഞ്ഞ് ഇങ്ങനെ അടിച്ചു കഴിച്ചാ കൊമ്പാ. പിന്നെ ഇതൊന്നും ആലോചിച്ചു. അല്ല ബ്രോ അല്ല ഉള്ളി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ഉള്ളി തന്നു. അതാണ് പറഞ്ഞപ്പോ ദൈവം. ഞാൻ പറഞ്ഞത് നിന്നോട് തോളാം. അപ്പൊ നീ പറഞ്ഞ വേണ്ട. ഇല്ല ചിക്കൻ പീസ് കിട്ടൂല. കടി ഇല്ല ചിക്കൻ പീസ് കിട്ടൂല. KMC കൊമ്പൻ തീർക്കും. KMC കൊമ്പൻ അതാ ഞാൻ നിന്നെ കുറിച്ച് കുറ്റം പറയുന്നത്. അതെ അതത്രേ ഉള്ളൂ സത്യം. എന്നാ KMC കൊമ്പൻ വയർ പൊട്ടിക്കത്തു. ബ്രോ ഏതാതി കഴിക്കാം. ഗ്യാസിന്റെ ഷോക്ക് ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറയാ, ഇവിടുത്തെ സമൂഹത്തില് പലരും വിശപ്പ് ഇത് സാക്രിഫൈസ് ചെയ്യാൻ ഇപ്പൊ ഉള്ളിക്കൊക്കെ കുത്തനാ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് കുറഞ്ഞോ? വെറും 10 രൂപ ഒന്നിന്. എനിക്ക് തോന്നുന്നില്ല 10. ഇതിന് സത്യം പറയാം 100. ഇതാ 10. സത്യം ഇതാ. എടാ ക്രൂവിന് മാറിപ്പോയതാ. ഇതല്ല 100. കടിച്ചാ കടി യമ്മി കടി. ടേക്ക് ദ ബൈറ്റ് ഓഫ് സവോള. തൊലി തിന്നാനല്ല ബ്രോനെ കൊണ്ട് പറഞ്ഞത്. ബ്രോടെ അടിയോടെ വായല് ഇങ്ങോട്ട് തിന്ന് ഫൗള് കാണിച്ചത് സവോള ഇങ്ങനെ കൊടുക്കൂലേ? പൗള് കാണിച്ചാ പിന്നെ തിന്ന് ഇറക്കിയ ഒരു മുട്ട തിന്നാൻ വേണ്ടി എത്ര നേരം വേണം? പൗള് കാണിച്ചാ കണ്ണി നോക്കി പറയണോ? കണ്ണി നോക്കി പറ. ഒരു മുട്ട നീ ദത്ത പറയണം. ദത്ത പറയുന്ന പോലെ ഇയാളെ കൊണ്ട് ഞാൻ പറയുന്നത് വേറെ സാധനമാ. അതെ ചിക്കൻ്റെ പീസ്. 2 മുട്ടായി. ചിക്കൻ്റെ പീസ്. ബ്രോ എണിച്ച് പോവല്ലേ. പീസിന്റെ എണ്ണം കുറയും. ഞാൻ ഇങ്ങനെ കൈ കൊടയാൻ വേണ്ടി അതെ ഡിഷ് മതി. ബ്രോ കൈ പൊക്കി. ആൻസപ്പ് മുട്ടായി കൈന്റെ അകത്ത് രാമം. വൈഡാക്കണോ? വേണ്ട, എന്റെ മുഖത്തിനടിച്ചു. ഉള്ളി അങ്ങനെ ഇപ്പൊ അതൊക്കെ അവിടെ കിട്ടുന്നത്. എനിക്കിനി സവാള തിന്നണ്ടേ. അതിനെന്ത് പൗള് ഒന്ന് കാണിച്ചു. സാധനം അവിടെ വെച്ചില്ലേ? എന്ത് പൗള്? കളഞ്ഞില്ല അവിടെ വെച്ചില്ലല്ലോ. അവൻ തിന്നും. അവൻ തിന്നണ ചോദിക്കാനല്ലേ ഈ നാട്ടിൽ മുട്ടായി നക്കി തിന്നു കാണോ. ഫുഡിനെ അപമാനിക്കുവാണ് നീ ചെയ്യുന്നത്. എന്താണ് മാറാതിരിക്കാൻ വേണ്ടി ഉള്ളി കുറച്ച് തിന്നാം എന്നോ ഉള്ളി തിന്നോ? തിന്നോണ്ടിരിക്കുക. അതെ തിന്നുവോ? പെട്ടെന്ന് തിന്നാൽ അടുത്ത പണി നേരം. ഞാനില്ല ഇല്ല അത് ലാസ്റ്റ് ഉണ്ടാ. ആ ചിക്കൻ തണുത്തു പോണ കേട്ടോ. തിന്നില്ലായിരുന്നല്ലേ? ഓക്കെ ഗായ്സ്, അപ്പം തന്നെ
ഇന്നത്തെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാനൽ നമ്മൾ വീണ്ടും കാണിക്കാതെ വരെ